മോക്ക് ഡ്രില്ലിലൂടെ പരിശീലനം നേടിയ 9 ക്ലാസ്സുകാരൻ സഹപാഠിയുടെ ജീവൻ രക്ഷിച്ചു എന്നൊരു നല്ല വാർത്തയുണ്ട്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റ് മുഹമ്മദ് സഹലാണ് ഇപ്പോൾ സ്കൂളിലെ താരം. ഉച്ചഭക്ഷണത്തിനിടെ തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങി കണ്ണു ചുവന്ന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുന്ന സഹപാഠിയെ കണ്ട മാത്രയിൽ കഴിഞ്ഞ ദിവസം NDRFന്റെ സംഘം നടത്തിയ പരിശീലന ക്ലാസ് സഹലിന് ഓർമ്മ വരികയായിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. കഴിഞ്ഞ ദിവസമാണ് സ്കൂളിൽ വെച്ച് NDRF സംഘത്തിന്റെ ഒരു മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. തുടർന്ന് ആ പാഠങ്ങളെല്ലാം ഗ്രഹിച്ച ഒരു 9ാം ക്ലാസ്സുകാരൻ തന്റെ സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച കഥ ഇപ്പം ഏകദേശം എല്ലായിടത്തും വൈറലായിരിക്കും. അതെ, ഈ മോനാണ് 9ാം ക്ലാസ്സുകാരനായ മിടുക്കൻ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു മോനെ സംഭവം? അവൻ ഭക്ഷണം കഴിച്ചതിനിടയിൽ തൊണ്ടയിൽ കുടുങ്ങി. പിന്നെ അവന് ശ്വാസം കിട്ടുന്നില്ല. പിന്നെ കണ്ണെല്ലാം ഇങ്ങനെ ചുവന്ന് കണ്ണിനെ വെള്ളമെല്ലാം വരെ തുടങ്ങി. അപ്പോൾ NDRFന്റെ ക്ലാസ് അനുസരിച്ച് ഞാൻ അവൻ്റെ പിറകിലെ പോയി ചെസ്റ്റിൻ്റെ കുറച്ച് താഴെ പ്രസ് ചെയ്ത് അപ്പോൾ തൊണ്ടയിൽ നല്ല പുറത്തേക്ക് വന്നു. ആ ക്ലാസ് കേട്ട് എന്തായാലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. ഉപകാരമായി ക്ലാസ്, വളരെ വളരെ ഉപകാരമായി. നമ്മുടെ ടീച്ചർമാരടക്കം നമ്മുടെ കൂടെയുണ്ട്. ടീച്ചറെ, വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ ഒരു ക്ലാസ് നടത്തിയതുകൊണ്ട് ആ കുട്ടിക്ക് എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റി. അതെ, വളരെയധികം സന്തോഷം. കാരണം SPCയുടെ ഭാഗമായിട്ട് കുറേ ഇൻഡോർ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ക്ലാസ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഈ ഒരു പ്രതികരണമാണ്. എന്തായാലും മറ്റു കുട്ടികൾക്കൊക്കെ അതൊക്കെ ഒരു മാതൃക തന്നെ. തീർച്ചയായും അത് ആ കുട്ടിക്ക് ആ ഒരു സമയത്ത് തന്നെ അത് പ്രയോഗിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അവൻ്റെ ഒരു മനോധൈര്യം എന്നുള്ളത് അത് പ്രധാനം തന്നെയാണ്. NDRF സംഘം നമ്മുടെ കൂടെ ഉണ്ട്. സർ, ഹൗ ഡു യു ഫീൽ? I feel very nice. He did a well done, commendable job. He rescued his friend on an untoward situation, so very appreciate. നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയൊരു ഊർജ്ജമാണ് മോനെ ഇത്തരത്തിലൊരു അറിവ് കിട്ടാനുണ്ടായത്. അതെ, കാസർഗോഡ് ജില്ലയിൽ ഓൾമോസ്റ്റ് നമുക്ക് ചുരുക്കം ചെയ്ത സ്കൂളിൽ മാത്രമാണ് ക്ലാസ് അറേഞ്ച് ചെയ്തത്. ഓക്കെ, ഏത് സ്റ്റുഡൻസ് ആയാലും എന്ത് ഇൻസിഡൻ്റ് ആയാലും നമ്മൾ ആദ്യം പാനിക്കാവുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ഇൻസിഡൻറ്റ് ഫസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഇവിടെ ആ കുട്ടി ചെയ്തിരിക്കുന്നത് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന ഒരു മെത്തേഡ്, അതായത് നമുക്ക് ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റി. ആ മെയിൻ പോയിൻ്റാണ് ആ കുട്ടിയോട് ചെയ്തിരിക്കുന്നത്. മറ്റു കുട്ടികൾ ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ട് ആ കുട്ടി ചെയ്തിരിക്കൂ, കുട്ടിയെ റെസ്ക്യൂ ചെയ്തു. ഈ ക്ലാസ്സിൽ നിന്ന് മറ്റെന്തൊക്കെ അറിവുകൾ കിട്ടിയിട്ടുണ്ട്? CPR കുറിച്ച് ക്ലാസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ട്രെച്ചർ എങ്ങനെ ആക്കേണ്ട ക്ലാസ്സിലും കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു തോന്നുന്നില്ല രക്ഷിച്ച സഹപാഠി ഫ്രണ്ട്. എന്ത് തോന്നുന്നു? രക്ഷിച്ചുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഇവിടെ നിൽക്കാനുള്ളത്. എന്തായാലും ഒരു മോക്ക് ഡ്രില്ല് കൊണ്ട് ഒരു സഹപാഠിയുടെ ജീവൻ രക്ഷിച്ച കഥയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. 2 പയ്യന്മാരും മിടുക്കന്മാരാണല്ലേ? ഇനിയും ഇതിങ്ങനെ തന്നെ ഉണ്ടാവും. അത് തന്നെയാണ് കുട്ടികളുടെ ഒരു അറിവ് കൊണ്ട്, പെട്ടെന്നുണ്ടായ ആ ഒരു അറിവ് കൊണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, റിപ്പോർട്ടർ കാസർഗോഡ്.